എൻ്റെ ഒരു സംശയം, കാരണം താങ്കൾ പറഞ്ഞ പോലെ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ളൊരു സംഭവമാണ്. ഇതിൽ വിക്രം ചാൽ, ശശിയും അതുപോലെ തന്നെ മറ്റൊരു പ്രതിയും രണ്ടുപേരാണല്ലോ ഉള്ളത്, ദിനേശനും. ഇതിലാരാണ്? ഒരാൾ പിന്നീട് കെ വി സുധീഷ് കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള ആ സംഘത്തിൽപ്പെട്ട് ശിക്ഷ അനുഭവിക്കുകയും മറ്റും ചെയ്തിരുന്നു അല്ലേ? ശിക്ഷിക്കപ്പെട്ടു. അതെ 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 തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ RSSകാരായിട്ടുള്ള ആളുകളെ വാടക കൊലയാളികളാക്കി മാറ്റിക്കൊണ്ടാണ് ഈ കൃത്യം നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രയിലെ ചിരാല പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വെച്ചിട്ടാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. സഖാവ് EP ജയരാജൻ്റെ ശാരീരികമായിട്ടുള്ള ശേഷി ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ആ രണ്ട് അക്രമികൾ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് വിക്രം ചാൽ ശശി, മറ്റൊന്ന് ദിനേശൻ, ഈ രണ്ടുപേരും വെടിവെച്ചതിന് ശേഷം സഖാവ് EP ജയരാജൻ വധിക്കപ്പെട്ടു എന്ന് കരുതിക്കൊണ്ടാണ് അവർ ട്രെയിനിൽ നിന്ന് മാറുന്നത്. ഒരാൾ ആന്ധ്രയിൽ തന്നെ അവിടെ ട്രെയിനിൽ നിന്ന് ചാടി പരിക്കുകളോടുകൂടി അവിടെ ജനങ്ങളുടെ പിടിയിലായി. അവർ പോലീസിനെ അറിയിച്ചു. കാരണം നക്സൽ ഭീഷണിയുള്ള മേഖലയാണിത്. അപ്പോൾ നക്സലൈറ്റാണോ? കാരണം അദ്ദേഹത്തിൻ്റെ കൈവശം തോക്കുണ്ട്. അപ്പോൾ തോക്കോടുകൂടി ഈ ദിനേശൻ ആന്ധ്രയിലെ അവിടെ പിടിയിലായി. ആന്ധ്രയിലെ ജനങ്ങൾ പിടിയിലായി. അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു, അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. അദ്ദേഹത്തെ പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്യുന്ന അവസരത്തിലാണ് കേരളത്തിലൊരു പ്രതിപക്ഷ MLA വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്ന വിവരം പോലീസിനോട് പറയുന്നത്. പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം മാത്രമല്ല, കൂട്ടാളി ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടാളി ശശി മറ്റൊരു ട്രെയിനിൽ മദ്രാസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പോലീസിന് കിട്ടിയതിനെ തുടർന്ന് മദ്രാസിലെ സെൻട്രൽ റെയിൽവേ പോലീസിന് വിവരം കൊടുത്തു. ആ റെയിൽവേ പോലീസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ശശിയെ പിടിച്ചു. ശശിയെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഈ തോക്കുമായിട്ട് രാജധാനി എക്സ്പ്രസ്സിൽ കയറിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ 3 പേരെയാണ് ലക്ഷ്യം. ഒന്ന് പിണറായി, മറ്റൊന്ന് കോടിയേരി, മറ്റൊന്ന് EP ജയരാജൻ. ആരെയാണോ കിട്ടുന്നത് അവരെ കശാപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ഗൂഢാലോചനക്കാരുടെ, സുധാകരനും ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള കൃത്യമാണ് എന്ന് റെയിൽവേ പോലീസിന് മൊഴി കൊടുത്തു അവർ. ആ മൊഴി ഇപ്പോൾ മദ്രാസ് റെയിൽവേ പോലീസിൻ്റെ രജിസ്റ്ററിലുണ്ട്. വിക്രം ചാലി ശശി പറഞ്ഞത്. അതിൽ ഈ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ KPCCയുടെ പ്രസിഡൻറ്റിൻ്റെ പേരുണ്ട്. അതോടൊപ്പം തന്നെ MV രാഘവൻ്റെ പേരുമുണ്ട്. ഡൽഹിയിലാണ് ഇതിൻ്റെ ഒരു ആസൂത്രണം നടന്ന കേന്ദ്രം. മറ്റൊന്ന് തിരുവനന്തപുരത്തെ ഗസ്റ്റ് ഹൗസാണ്. ആ ഗസ്റ്റ് ഹൗസിലെ 103 നമ്പർ മുറിയിൽ സുധാകരൻ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ആലോചനകൾ, ഫോൺ വിളികളൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആന്ധ്രയിലെ കോടതിയിൽ, ഓങ്കോൾ കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കേസുണ്ട്. ആ കേസ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ആന്ധ്ര പോലീസ് മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നരസിംഹറാവു തന്നെ ഇടപെട്ടു എന്നാണ്. അപ്പോൾ അതിൽ ഈ കൃത്യം നടത്തിയ, വധശ്രമം നടത്തിയിട്ടുള്ള, രക്ഷപ്പെട്ടു ജയരാജൻ. അപ്പോൾ കൊല നടത്തിയെന്നാണ് അവർ വിശ്വസിച്ചത്. കൊല വിജയിച്ചു, തങ്ങളുടെ ഉദ്ദേശം വിജയിച്ചു എന്ന അടിസ്ഥാനത്തിലാണ് അവർ ട്രെയിനിൽ നിന്ന് ചാടുന്നതും മറ്റൊരു ട്രെയിനിൽ മാറിയിട്ട് കയറി പോകുന്നതും. അപ്പോൾ ആ ഒരു കേസിൽ ഗൂഢാലോചനയുടെ പാർട്ട് ആന്ധ്ര പോലീസ് അന്വേഷിക്കുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി കോൺഗ്രസ് സ്വാധീനിച്ചു. ഇതാണ് കോൺഗ്രസ്. അപ്പോൾ സുധാകരൻ ഈ കേസിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുണ്ടായി. ആന്ധ്ര പോലീസ് കേരളത്തിൽ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലാണ് ഗൂഢാലോചനയുടെ മറ്റൊരു കേന്ദ്രം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അതിന് തടയിടാൻ വേണ്ടി അന്ന് AK ആൻ്റണി, ആദർശധീരനാണെന്നാണല്ലോ പലരും വിശേഷിപ്പിക്കുന്നത്, AK ആൻ്റണി പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം ഇടപെട്ട് ആന്ധ്ര പോലീസിൻ്റെ അന്വേഷണം ഈ ഗൂഢാലോചനയിലേക്ക് എത്തുക, സുധാകരനിലേക്ക് എത്തുക എന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടന്നു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നീതി കിട്ടാത്ത സാഹചര്യത്തിലാണ് ആന്ധ്രയിലെ കോടതി ഈ കൃത്യം, അതായത് കൊലപാതക ശ്രമം നടത്തിയിട്ടുള്ള, വെടിവെപ്പ് നടത്തിയിട്ടുള്ള ആളുകളിലേക്ക് മാത്രം അന്വേഷണവും കുറ്റപത്രവും പോയിട്ടുള്ള ഘട്ടത്തിലാണ് ഗൂഢാലോചനയുടെ പാർട്ട് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഖാവ് ജയരാജൻ
കേരളത്തിലെ കോടതിയിൽ, തിരുവനന്തപുരത്തെ കോടതിയിൽ അദ്ദേഹം പരാതി കൊടുക്കുന്നത്. അത് സ്വകാര്യ അന്യായമായിട്ടാണ് കൊടുക്കുന്നത്. ആ സ്വകാര്യ അന്യായത്തോട് അന്നത്തെ കേരള ഗവൺമെൻറ്, അപ്പോൾ ഗവൺമെൻറ് മാറി, ഗവൺമെൻറ് അനുകൂലമായി പ്രതികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘത്തെ നിയോഗിച്ചു. അങ്ങനെ സുധാകരനെ അറസ്റ്റ് ചെയ്തല്ലോ. യെസ്. പോലീസ് എന്ന് പറയുന്നത് ആര് ഭരിക്കുന്നു എന്നത് മാത്രമല്ലല്ലോ, ഒരു ഗൗരവമായിട്ടൊരു കുറ്റകൃത്യം, ഒരു വ്യാപകമായിട്ടുള്ള ഗൂഢാലോചന. ഇ പി ജയരാജനെ മാത്രമല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി അടക്കം വകവരുത്താനുള്ളൊരു ഗൂഢാലോചന എന്നത് വളരെ വിപുലമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ആപൽക്കരമായിട്ടുള്ളൊരു വിവരം കിട്ടിയതിനെ അടിസ്ഥാനപ്പെടുത്തി പോലീസ് അന്വേഷിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് അവർക്ക് ബോധ്യമായത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി കുറ്റപത്രം തയ്യാറാക്കി. സുധാകരൻ നിയമപരമായിട്ടുള്ള നടപടി, കാരണം ആന്ധ്രയിലെ പോലീസ് തന്നിലേക്ക് അന്വേഷണം വരുന്നതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ സ്വാധീനം, കോൺഗ്രസിൻ്റെ സ്വാധീനം ഉപയോഗിച്ചതുപോലെ കേരളത്തിൽ നടക്കില്ല എന്ന് വന്നപ്പോൾ ഇവിടെ കോടതികളെ സമീപിച്ച് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ സെഷൻസ് കോടതി അദ്ദേഹത്തിൻ്റെ തന്നെ ഒഴിവാക്കണം, ഗൂഢാലോചനയിലേക്ക് വരുന്നതിനെ ഒഴിവാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം സ്വീകരിച്ചിട്ടില്ല. അതിനെ തുടർന്നാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ സമ്പാദിച്ചത്. ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി വന്നത് ഈ 2 FIR എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടൊരു പ്രശ്നമാണ്. ശരി. സുപ്രീം കോടതിയുടെ വിധികളെ അടിസ്ഥാനപ്പെടുത്തി ആ 2 FIR ഒരു കേസിൽ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ശരി. അതേസമയം ഹൈക്കോടതിയുടെ വിധി സൂക്ഷ്മമായി വായിച്ചു കഴിഞ്ഞാൽ ഈ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷിക്കുന്നതിൽ നിന്നും പോലീസിനെ യാതൊന്നും തടയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സാങ്കേതികമായിട്ടുള്ള തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിലെ തൻ്റെ വാദത്തിന് കഴിയുമെന്നാണ് ഇ പി ജയരാജൻ വിശ്വസിക്കുന്നത്. അതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ നീതി കിട്ടണം. കാരണം സുധാകരൻ ഈ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ കേരള പോലീസിൻ്റെ കൈവശമുണ്ട്. ആന്ധ്ര പോലീസ് അവർക്കും വിവരമുണ്ട്. പക്ഷേ മുന്നോട്ട് പോകാൻ തടസ്സം നേരിട്ടു. കേരളത്തിൽ മുന്നോട്ട് പോയി. അതിനെയാണ് ഹൈക്കോടതിയിൽ ഈ സാങ്കേതിക പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അത് റദ്ദാക്കിക്കൊണ്ടുള്ള അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ചിട്ടുള്ളത്.